ഇമാജിൻ എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പഠന മികവ് രേഖ 2020-2021 പ്രവർത്തന കാർഡിലെ EVS ഇംഗ്ലീഷ് മീഡിയം വർക്ക്ഷീറ്റാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് 4 എൻവിറോൺമെന്റൽ സയൻസ് പാർട്ട് 1. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. അഡാപ്റ്റേഷൻ, അനുകൂലനങ്ങൾ. ഐ ബ്രീത്ത് ത്രൂ ദ നോസ്. ഐ കനോട്ട് ബ്രീത്ത് അണ്ടർ വാട്ടർ. ഐ വിൽ ഗെറ്റ് സഫോക്കേറ്റഡ്. ഹൗ ഡു യു ലിവ് ഇൻ വാട്ടർ? അപ്പം എന്താണ് കുട്ടി മീനിനോട് പറയുന്നത്? ഞങ്ങൾ മൂക്ക് കൊണ്ടാണ് ശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് വെള്ളത്തിൽ ശ്വാസം എടുക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ശ്വാസം മുട്ടും. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വെള്ളത്തിൽ ജീവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഐ ഡോണ്ട് ബ്രീത്ത് ലൈക്ക് യു. ഐ ഹാവ് ഗിൽസ് ടു ബ്രീത്ത്. ഐ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് ends pointed enable me to move and swim in water. My body is adapted for that. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിൽ സഞ്ചരിക്കാനും എല്ലാത്തിനും തന്നെ ഗിൽസ്, ശകുലങ്ങളും പിന്നെ എന്താണ് ബോട്ടിൻ്റെ ഷേപ്പൊക്കെ വള്ളത്തിൻ്റെ ഷേപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിൽ നീന്താനും ശക്തിയായി തുഴയാനും നിൽക്കാനൊക്കെ സാധിക്കും എന്നാണ് മീന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിഷിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ടൈല്, ഫിൻസ്, ഗിൽസ്, ഐ, മൗത്ത്, പിന്നെ ഫിൻസ്. ഹാവ് യു ഒബ്സർവ്ഡ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ഫിഷ്? കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഫിഷിൻ്റെ അനുകൂലനങ്ങൾ, അഡാപ്റ്റേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസസ് ബോട്ട് ഷേപ്പ്, വള്ളത്തിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ടു മൂവ് സ്വിഫ്റ്റ്ലി. ഗിൽസ്, ഫിഷ് ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദ വാട്ടർ ത്രൂ ഗിൽസ്. ശ്വസിക്കുന്നത് ഗിൽസിലൂടെയാണ്. ഫിൻസ് ദാറ്റ് ആൾസോ ഹെൽപ്പ് ടു മൂവ് ഇൻ വാട്ടർ ഫാസ്റ്റ്. ജലത്തിലൂടെ തുഴയാനും നീന്താനും അറിയാനൊക്കെയാണ് ചിറകുകൾ അവയ്ക്ക് സഹായകരമാകുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Adaptations. Observe any one animal near your surrounding. What adaptations help them to live in their habitat? An organism has certain peculiarities that help it live in its dwelling place. This is called adaptation. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാനും സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിന് അനുകൂലനം എന്ന് പറയും. ഐ ക്യാൻ ലിവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ഓർ ലാൻഡ്. തവള എന്താണ് പറയുന്നത്? എനിക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ജീവിയെക്കുറിച്ച് അതിൻ്റെ പേര് എഴുതുക, എന്നിട്ട് അതിൻ്റെ അനുകൂലനങ്ങൾ എഴുതുക. അഡാപ്റ്റേഷൻസ്. നെയിം ഓഫ് അനിമൽസ്, ക്രൊക്കഡൈലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അഡാപ്റ്റേഷൻസ് സ്ലൈമി ബോഡി ആണ്, സ്യൂട്ടബിൾ ബോഡി ഷേപ്പ്, ഷാർപ്പ് ടീത്ത്, ലോങ് ടെയിൽ ദാറ്റ് ആൾസോ ഹെൽപ്പ് ടു മൂവ് ഇൻ വാട്ടർ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ മൈ ലാൻഡ്. രവി നോട്ട്സ് വേരിയസ് എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് ആൻഡ് ഇറ്റ്സ് ഹാംഫുൾ എഫക്ട്സ് ഇൻ ഹിസ് എൻവിറോൺമെൻറ്റ് ഡയറി. എക്സാമിൻ ഹിസ് ഫൈൻഡിങ്സ്. അപ്പോൾ രവി ഇവിടെ അവൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചിട്ട്, അവൻ്റെ ചുറ്റിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെയൊക്കെ കുറിച്ചിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡിങ്, കുന്നിടിക്കൽ, ഡിക്രീസ് ദ ഏരിയ ഓഫ് ലാൻഡ്, ലോസസ് ദ ലിവിങ് പ്ലേസ് ഓർ ഹാബിറ്റേറ്റ് ഓഫ് ലിവിങ് തിങ്സ്, എയർ പൊല്യൂഷൻ, വായുമലിനീകരണം, പൊല്യൂട്ട്സ് ദ അറ്റ്മോസ്ഫിയർ, ഇൻക്രീസ് ടെമ്പറേച്ചർ, വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം, destroys aquatic creatures, scarcity of fresh water, deforestation, scarcity of rain, lack of fresh air. Many activities of human beings harm the environment. We are
polluting our nature. Human beings and other living things can survive only if the ecosystem is sustained. Let's protect our nature. നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പല ജീവികളുടെയും ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കുകയാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? നെക്സ്റ്റ് ആക്ടിവിറ്റി, പ്രിപ്പയർ എ സ്യൂട്ടബിൾ പോസ്റ്റർ ടു സോൾവ് എനി വൺ എൻവിറോൺമെന്റ് പ്രോബ്ലം ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഇതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡു നോട്ട് കട്ട് ഡൗൺ ട്രീസ്. മരങ്ങൾ വെട്ടി മുറിക്കരുത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം, റൂട്ട് ആൻഡ് ലീഫ്. ഇത് യൂണിറ്റ് 2-ലെ ദ ലീഫ് ടു ഹാസ് ടു സേ, ഇലക്കുമുണ്ട് പറയാൻ എന്നുള്ള പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ്. ലുക്ക് അറ്റ് അമ്മൂസ് എൻവിറോൺമെന്റൽ ഡയറി. അപ്പോൾ അമ്മുവിൻ്റെ പരിസര പഠനം ബുക്കിൽ എന്തൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഒരു ചിത്രമുണ്ട്, അതുപോലെ പാഡി പ്ലാന്റിൻ്റെ ഒരു ചിത്രമുണ്ട്. ലീഫ്, റെറ്റിക്കുലേറ്റ്, വെനേഷൻ. ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ലീഫ് എന്താണ്? ജാലിക ശിരാവിന്യാസമാണ്. റൂട്ട് ടാപ്പ് റൂട്ട്, താഴ്വേരാണ്. എന്നാൽ പാഡി പ്ലാന്റോ? ലീഫ് പാരലൽ വെനേഷൻ. സമാന്തര ശിരാവിന്യാസവുമാണ്. ഫൈബ്രസ് റൂട്ടാണ്, നാരുവേര്. Have you seen the differences of roots and leaves of plants? Observe the names given to them by Ammu. Observe the leaves and roots of the plants in your surrounding. Write them into the table given below and put a tick mark on suitable columns. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഈ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ധാരാളം ചെടികളും അവ ഏത് റൂട്ട് സിസ്റ്റമാണോ ഏത് വെനേഷനാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം നെയിം ഓഫ് പ്ലാന്റ്, പിന്നെ റൂട്ട് സിസ്റ്റം, പിന്നെ വെനേഷൻ തന്നിട്ടുണ്ട്. റൂട്ട് സിസ്റ്റം 2 റൂട്ട് ഉണ്ട്, ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും. വെനേഷനും പാരലൽ വെനേഷൻ ആൻഡ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. ജാക്ക് ഫ്രൂട്ട് ട്രീ ഈസ് എ ടാപ്പ് റൂട്ട് ആൻഡ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. പാഡി പ്ലാന്റോ? ഫൈബ്രസ് റൂട്ടും പാരലൽ വെനേഷനും. നെക്സ്റ്റ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് മാംഗോ ട്രീ. മാംഗോ ട്രീ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്, അതുപോലെ തന്നെ റെറ്റിക്കുലേറ്റ് വെനേഷനാണ്. ബാംബു ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും പാരലൽ വെനേഷനുമാണ്. കോക്കനട്ട് ട്രീ ഫൈബ്രസ് റൂട്ടാണ്, പാരലൽ വെനേഷനാണ്. ബേസിൽ തുളസി ടാപ്പ് റൂട്ടാണ്, റെറ്റിക്കുലേറ്റ് വെനേഷനാണ്. ഗ്രാസ് ഫൈബ്രസ് റൂട്ടും പാരലൽ വെനേഷനുമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം, ലുക്ക് അറ്റ് ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ. ഡ്രോ ദ വെനേഷൻ ഓഫ് ദ ലീഫ്. അപ്പോൾ ഇതിൻ്റെ വേര് ശ്രദ്ധിക്കുക, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൻ്റെ ഇലകൾ എങ്ങനെയാവും എന്ന് വരച്ച് ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കറിയാം, ഇത് ടാപ്പ് റൂട്ടാണ്. അപ്പോൾ റെറ്റിക്കുലേറ്റ് വെനേഷനാണ്, അതായത് ഇലകൾ നേരെ നമുക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ കീറാൻ കഴിയില്ല എന്നുള്ളതാണ്. Plants are very important among living things. All living things depend on plants for their survival. It is curious to know about roots and leaves of plants. Next activity നോക്കാം, seeds, roots and leaves. വിത്തും റൂട്ടും ലീവും, ഇലയും വേരും. Read Ammu's findings about the relation between venation, root system and cotyledons of plants. Monocot plants. അതായത് മൊണോക്കോട്ട് പ്ലാന്റ്സും ഡൈക്കോട്ട് പ്ലാന്റ്സും ഉണ്ട്. ഏകബീജപത്രങ്ങളും ദ്വിബീജപത്രങ്ങളുണ്ട്. അപ്പോൾ മൊണോക്കോട്ട് പ്ലാന്റ്സിന് ഫൈബ്രസ് റൂട്ടാണ്, പാരലൽ വെനേഷനുമാണ്, മൊണോക്കോട്ടിലെഡൻസും ആണ്. ഏക ബീജപത്ര സസ്യവുമാണ്. ഡൈക്കോട്ട് പ്ലാന്റ്സ് ടാപ്പ് റൂട്ട്, അതിൻ്റെ റൂട്ട് ടാപ്പ് റൂട്ടാണ്, റെറ്റിക്കുലേറ്റ് വെനേഷനുമാണ്, ഡൈക്കോട്ടിലെഡൻസും ആണ്. 2
ബീജപത്രങ്ങൾ ഉണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ. അപ്പോൾ ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, പാഡിയുടെയും പീയുടെയും അല്ലേ, പയർച്ചെടിയുടെയും അനൽ ചെടിയുടെയും. വിച്ച് അതിൻ്റെ ചുവടെയായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിച്ച് വൺ ഈസ് എ മൊണോക്കോട്ട് പ്ലാന്റ്സ് പാഡി ഓർ പീ? ഇതിൽ ഏകബീജപത്രം ഏത് ചെടിയാണ്? പാഡിയാണോ പയർച്ചെടിയാണോ? പാഡിയാണ്. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് ഡ്രോ ദ പിക്ചർ ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഇനി ദ്വിബീജപത്ര സസ്യത്തിൻ്റെ ഒരു ചിത്രം വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോട്ടിലഡൻസ് എങ്ങനെയാണ്? ഇതുപോലെ 2 എണ്ണം ഉണ്ടാകും. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത ഭാഗവുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.